മഴയെ നോക്കിയിരിക്കാൻ എന്ത് രസമാണല്ലേ. പലപ്പോഴും മഴ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പഴയ ഓർമ്മകളിലേക്കാണ്. പലർക്കും മഴയുമായി ബന്ധപ്പെട്ട് പറയാൻ കുറേ കഥകൾ കാണും. എനിക്കുമുണ്ട് അങ്ങനെ ഒരു കഥ. കോളേജിൽ പഠിക്കുക എന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി ഞാൻ പഠിച്ചു. മോനെ, നീ എന്താ അവിടെ ചെയ്യുന്നത്? അച്ഛാ ഞാൻ പഠിച്ചോണ്ടിരിക്കുക. It always nags at me that my work is not complete, that I have so much more to do in finding ways to reduce our dependence. 45% മാർക്ക് വാങ്ങിച്ച് അഡ്മിഷനുള്ള ഉത്തരവാദിത്വം ഞാൻ എൻ്റെ അച്ഛനെ ഏൽപ്പിച്ചു. Proud to have my work. പാവ അച്ഛൻ പലരെയും കാലു പിടിച്ച് എൻ്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി. നല്ലതുപോലെ പഠിക്കാം എന്ന് ഞാൻ ഉറച്ചു തീരുമാനിച്ചു. അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തന്നത്. ഇത്തവണ ഞാൻ നന്നായിട്ട് പഠിക്കും, അച്ഛന് വേണ്ടി പഠിക്കും. അങ്ങനെ ഞാൻ കോളേജിലേക്ക് പ്രവേശിച്ചു. പക്ഷേ പാഠ്യപുസ്തകങ്ങൾ കണ്ണ് തേടുന്നതിന് മുമ്പ് എൻ്റെ കണ്ണ് ലൈലയുടെ നേർക്ക് പതിച്ചു. ഒരു 100 വോൾട്ട് ബൾബിന്റെ പ്രകാശമുണ്ടായിരുന്നു അവൾക്ക്. ആ പ്രകാശത്തിൽ ഞാൻ പോലും അറിയാതെ അലിഞ്ഞു ചേർന്നു. അച്ഛന് കൊടുത്ത വാക്കുകളെല്ലാം ഞാൻ കാറ്റിൽ പറത്തി. അവളെ പ്രണയിച്ചു തുടങ്ങി. ഒരു വൺ വേ പ്രണയം. നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുക, പിന്നെ ചിരിക്കുക, ഈ വക അസുഖങ്ങൾ എന്നെയും ബാധിച്ചു. ക്ലാസ്സുകളിൽ എൻ്റെ ശ്രദ്ധ ലൈലയുടെ നേർക്ക് മാത്രമായിരുന്നു. Equations involving trigonometric functions of a variable are called trigonometric equations. In this, hey, get up. What the hell you are doing there? What is sin theta by cos theta? Tell me. സാർ എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നത് കാലിത്തീറ്റയും കോഴിത്തീറ്റയുമായിരുന്നു. കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് ഞാനൊരു പാട്ട് പാടാൻ തീരുമാനിച്ചു. അതും ലൈലയ്ക്ക് വേണ്ടി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു കൊച്ചു ഗിത്താർ ഉണ്ടായിരുന്നു. അത് തട്ടുംപുറത്തു നിന്ന് പൊടി തട്ടിയെടുത്ത് ഞാൻ എൻ്റെ കമ്പോസിങ് ആരംഭിച്ചു. നിന്നെ കാണാനായി. സ്റ്റേജിൽ കയറിയ ഉടനെ ഞാൻ ലൈലയെ തേടുകയായിരുന്നു. പക്ഷേ അന്ന് ലൈല കോളേജിൽ വന്നില്ല. നിന്നെ കാണാനായി വല്ലാത്ത ദാഹം മാത്രം, മനസ്സിന്റെ ഏതു കോണിൽ മാത്രം. നീ എൻ്റെ ഉള്ളം കാണാൻ മാത്രം, ഞാൻ നിന്നെ സ്വപ്നം കാണാൻ മാത്രം. നീ എൻ്റെ ഉള്ളം കാണാൻ മാത്രം, ഞാൻ നിന്നെ സ്വപ്നം കാണാൻ മാത്രം. ലൈല, നീ എൻ്റെ ഉള്ളം കാണാൻ മാത്രം. ലൈല, ഞാൻ നിന്നെ സ്വപ്നം കാണാൻ മാത്രം. നിന്നെ കാണാനായി വല്ലാത്ത ദാഹം മാത്രം, മനസ്സിന്റെ ഏതു കോണിൽ മാത്രം.
എല്ലാവർക്കും എൻ്റെ പാട്ടിഷ്ടമായി. പക്ഷെ എൻ്റെ മനസ്സിൽ ലൈല വരാത്ത വിഷമം മാത്രമായിരുന്നു. സുന്ദരിയായ ലൈലയെ വേറെ ആരെങ്കിലും കണ്ണുവെക്കുന്നതിന് മുമ്പ് എൻ്റെ സ്നേഹം ഞാൻ പറയാൻ തീരുമാനിച്ചു, ഒരു കത്തിലൂടെ. പ്രിയമുള്ളവളെ, എൻ്റെ എല്ലാമായ ലൈല, നിന്നെ കണ്ട നാൾ മുതൽ. മോനെ, എന്താ അമ്മേ? വലുതും കഴിക്കാൻ വാ. എഴുതി കഴിഞ്ഞില്ല അമ്മേ. ബാക്കി നാളെ ആവാം. എത്ര നേരമായിട്ടിരുന്ന് പഠിക്കുവാ? അങ്ങനെ ഞാൻ എൻ്റെ ആദ്യ പ്രണയലേഖനം വിജയകരമായി എഴുതി പൂർത്തിയാക്കി ലൈലയെ കാണാനായി കാത്തുനിന്നു. എടാ ശ്രീ, എന്തിനാ അവിടെ നിൽക്കുന്നേ? ഞാന് കാറ്റോളാൻ നിൽക്കുക. ഈ വെയിലത്ത് കാറ്റ് കൊള്ളാനോ? ഈ വെയിലത്തെ കാറ്റോളാനാണ് എനിക്കിഷ്ടം. ശരി ശരി, നടക്കട്ടെ. ഓരോരുത്തർ കയറി വന്നു ശല്യം ചെയ്യാനായിട്ട്. അങ്ങനെ കാത്തു കാത്തു നിന്ന് ഒടുവിൽ ലൈല വന്നു. ലൈല, എന്താ? ഒരു മിനിറ്റ്. ലൈല എൻ്റെ നേർക്ക് നടന്നു വരുമ്പോൾ ഞാൻ പേടിച്ച് ഒരു വെളിച്ചപ്പാടായി മാറുകയായിരുന്നു. നല്ല വെയിലല്ലേ? തുടയ്ക്കാനോ? വേണ്ടേ? അങ്ങനെ എൻ്റെ ആദ്യത്തെ ശ്രമം ചീറ്റിപ്പോയി. പേടിച്ചു പനിയും പിടിച്ചു. മോനെ, നീ രാത്രി മുഴുവൻ ഇങ്ങനെ ഉറക്കം വിളച്ച് പഠിക്കാതെ, അതുകൊണ്ടല്ലേ നിനക്ക് പനി വന്നത്? 2 ദിവസം ഞാൻ കോളേജിൽ പോയില്ല. ഇനി പോവുകയാണെങ്കിൽ അത് ലൈലയോട് പറയാൻ വേണ്ടി മാത്രമായിരിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചു. ആ 2 ദിവസവും ഞാൻ ലൈലയെ മനസ്സിൽ കൊണ്ടു നടന്നു. ലൈല, എന്താ? എനിക്ക് ലൈലയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ ഇതിലെഴുതിയിട്ടുണ്ട്. ശ്രീ, ഒന്ന് നിന്നേ. എൻ്റെ വാപ്പ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. എന്തിനാണെന്നറിയോ? സ്വന്തം കാലിൽ നിൽക്കാൻ, അല്ലാതെ പ്രേമിച്ച് നടക്കാനല്ല. ആ ബോധം ശ്രീക്കും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോട്ടെ. ഇത്രയും പറഞ്ഞ് ലൈല അവിടെ നിന്ന് പോയി. പോകുന്നതിന് മുമ്പ് ഞാൻ ഉറക്കമുളച്ചെഴുതിയ ആ പ്രേമലേഖനം കീറി കഷ്ണങ്ങളാക്കി അവൾ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു. ലൈല പറഞ്ഞത് എത്ര ശരിയാണെന്നറിയാമോ? പക്ഷെ എനിക്ക് അന്ന് മനസ്സിലായില്ല. ഞാൻ കട്ട സന്ധിയായി. ലൈല മുകളിലേക്ക് വലിച്ചെറിഞ്ഞ ആ കള്ളാസ് കഷ്ണങ്ങൾ എൻ്റെ ദേഹത്തേക്ക് വന്നു പതിച്ചു. ഒരു ശക്തമായ മഴ പെയ്യും പോലെ, കടലാസു മഴ. ലൈലയ്ക്ക് ആദ്യമായി കൊടുക്കാൻ എഴുതിയ പൂർത്തിയാകാത്ത കത്തുകൾ കുറെ ഉണ്ടായിരുന്നു, 100 കണക്കിന്. അതൊക്കെ ഞാൻ ആക്രിക്കടയിൽ കൊണ്ട് കൊടുത്ത് വിറ്റ് കാശാക്കി. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. എന്താ ചിരിക്കുന്നേ? മഴ നോക്കി ചിരിക്കുകയായിരുന്നു. ഓ, മഴ നോക്കി എന്താ അത്ര ചിരിക്കാനുള്ളേ? അത് 1990 കാലഘട്ടം. നീങ്ങുക. കടലാസ് മഴയുടെ കഥയല്ലേ? എനിക്ക് അടുക്കളയിൽ പണിയുണ്ടേ,
ഈ മഴയെ നോക്കി ചിരിച്ചോണ്ടിരുന്നോളൂ.